തെറ്റിദ്ധരിക്കപ്പെടുക? പിന്നെ ജെൻസി കലാപത്തിന് ഇറങ്ങൂ എന്ന് പറയുമ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയും വലിയ രീതിയിൽ നാടിനെ ഒരു കലാപഭൂമി ആക്കുകയും ചെയ്യുമെന്ന് ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് നഷ്ടമൊന്നുമില്ല. എന്നാൽ ഇത് എങ്ങനെ വളച്ചൊടിച്ചു എന്ന് നോക്കുക. സംഘപരിവാർ അനുകൂലി ട്രെയിനിൽ നിന്ന് വലിച്ചിഴച്ച് അലിഖാൻ എന്നുള്ള ആ പേര് പോലും ഇവർ പറയുന്നില്ല, മുസ്ലിം പയ്യനെ കൊന്നു എന്നാക്കി. കേരളത്തിലെത്തിയപ്പോൾ ഈ വാർത്ത ഇങ്ങനെയാക്കി. ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ്? വലിയ നുണകളാൽ സ്വാധീനിക്കപ്പെട്ട് സ്വന്തം ഭരണകൂടത്തിനെതിരെ ഇറങ്ങാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. ആ സമയത്ത് നഷ്ടം അവർക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്, അല്ലാതെ ഈ ഇളക്കി വിട്ട ആർക്കും ആ നഷ്ടമില്ല. അതിപ്പോ കോക്രോച്ച് പാർട്ടിയുടെ ആളായാലും നോക്യാപ്പിന്റെ ആളായാലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇവരൊക്കെ സേഫ് ആണ്. പ്രമേഹം കൂടി മരിച്ച ഒരു മനുഷ്യൻ, പ്രമേഹത്തിന്റെ മരുന്ന് അധികമായി ഉള്ളിൽ ചെന്ന് മരിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തൂങ്ങി മരിച്ചു എന്ന രീതിയിൽ കേരളത്തിലെത്തി. ഇതൊക്കെ എത്ര വലിയ പാതകമാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇവിടെ വർഗീയ ധ്രുവീകരണത്തിനല്ലേ ശ്രമിക്കുന്നത്? നോക്യാപ്പ് എന്ന് പറഞ്ഞ മാധ്യമത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ അല്ലെ? ഒരുപാട് വാർത്തകൾ അവര് പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താ എന്നതിന്റെ പുറകെ നമ്മൾ ഒരിക്കലും പോകാറില്ല. അത് നോക്യാപ്പ് മാത്രമല്ല, ഓൾമോസ്റ്റ് ഈ മലയാളത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം വായിക്കുക, റിയാക്ട് ചെയ്യാന്നല്ലാതെ അതിന്റെ പിറകിൽ എന്താ എന്നതൊന്നും നമ്മൾ അന്വേഷിച്ചു പോകാറില്ല. ഈ നോക്യാപ്പ് മാധ്യമത്തെ ഞാൻ എടുത്തു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവര് തീവ്രമായിട്ട് ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നതായിട്ട് വാർത്ത എന്ന രൂപത്തിൽ തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരെണ്ണം ഞാൻ കാണിക്കാം. ഹിന്ദുത്വ ഇന്ത്യ മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്ത വിധം. കഴിഞ്ഞ ആഴ്ച നടന്ന 5 സംഭവങ്ങൾ. മധ്യപ്രദേശ് ടിക്കറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ സംഘപരിവാർ അനുകൂലി ട്രെയിനിൽ നിന്ന് വലിച്ചിഴച്ച് തല്ലിക്കൊന്നു. UP ജയ് ശ്രീറാം വിളിക്കാത്തതിന് മുസ്ലിം യുവാക്കളെ തെരുവിൽ തല്ലിച്ചതച്ചു. ഡൽഹി, ബംഗാൾ മുസ്ലിം വീടുകളെയും കടകളെയും ലക്ഷ്യം വെച്ച് വ്യാപക ബുൾഡോസർ രാജ്. ബീഹാർ തീവ്രവാദിയെന്ന് വിളിച്ച് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി പീഡിപ്പിച്ചു. 53കാരൻ തൂങ്ങി മരിച്ചു. UP പേര് ചോദിച്ച് 2 കച്ചവടക്കാരെ തല്ലിച്ചതച്ചു. ഇത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുക? വലിയ രീതിയിൽ മുസ്ലിങ്ങളെ ഇവിടെ ഹിന്ദുത്വവാദികൾ ഉപദ്രവിക്കുന്നുണ്ട് എന്നല്ലേ? നമ്മൾ ഓരോന്നും വായിക്കുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മളിങ്ങനെ പേടിപ്പിക്കും അല്ലെ? എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു മതവിഭാഗമായതിന്റെ പേരിൽ മാത്രം നമുക്ക് നമ്മുടെ പൗരാവകാശങ്ങളുമായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ലേ? അങ്ങനെ സാധിക്കാത്ത രീതിയിൽ വലിയ ഉപദ്രവങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഈ മതവിഭാഗങ്ങളിൽ തന്നെ പെട്ട ആളുകൾക്ക് സ്വയം ചിന്തിക്കാനായിട്ട് ഈ വാർത്തകൾ കാണുമ്പോഴത്തേക്ക് ഇടയാകാറുണ്ട് അല്ലെ? എന്നാൽ നോർത്തിൽ നടന്ന ഈ സംഭവങ്ങളുടെ എല്ലാം യാഥാർത്ഥ്യം എന്താണ്? എനിക്ക് യാഥാർത്ഥ്യം അറിയാനായിട്ടുള്ള മാർഗം ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. യോട് നിങ്ങൾ ചോദിച്ചാലും ഞാൻ ചോദിച്ചാലും വസ്തുതകളും പറയും, ആരോപണങ്ങളും പറയും. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ആരോപണങ്ങൾ? സത്യത്തിൽ നിങ്ങൾ ഈ വായിച്ച് കേട്ടത് ആരോപണങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കേസുകൾ എന്താണ്, എന്തൊക്കെയാണ് വസ്തുതകൾ, അതായത് ഫാക്ട്, അതെയാണെന്ന് വായിക്കാം. മധ്യപ്രദേശ് ബേതുൽ ജില്ല. പോസ്റ്ററിലെ വാദം. ടിക്കറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യുവാവിനെ സംഘപരിവാർ അനുകൂലി ട്രെയിനിൽ നിന്ന് വലിച്ചിഴച്ച് തല്ലിക്കൊന്നു. യഥാർത്ഥ വസ്തുത. പഞ്ചവല്ലി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന അലിഖാൻ എന്ന 18 വയസ്സുകാരനുമായി മറ്റൊരു യാത്രക്കാരൻ സീറ്റിനെ അല്ലെങ്കിൽ ടിക്കറ്റിനെ ചൊല്ലി വഴക്കിട്ടു. ബോർഡഹി സ്റ്റേഷനിൽ വെച്ച് അക്രമി സുഹൃത്തുക്കളെ വിളിച്ച് അലിഖാനെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ച് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. റെയിൽവേ പോലീസ് പ്രതികളായ നവീൻ പാട്ടീൽ, അമിത്, അയാൻ ഖാൻ, കൻഹയ്യ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള സീറ്റ് തർക്കമായിരുന്നു. ഇതിനകത്ത് പ്രതികളുടെ പേരുകൾ കേട്ടിട്ടും നിങ്ങൾക്ക് അവർ ഹിന്ദുത്വവാദികളാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് സീറ്റ് തർക്കമാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ പെട്ടെന്ന് പ്രകോപിതരായി വലിയ രീതിയിലുള്ള അക്രമം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളം അടക്കം. അത്തരത്തിലുള്ള എത്ര വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് എങ്ങനെ വളച്ചൊടിച്ചു എന്ന് നോക്കുക. സംഘപരിവാർ അനുകൂലി ട്രെയിനിൽ നിന്ന് വലിച്ചിഴച്ച് അലിഖാൻ എന്നുള്ള ആ പേര് പോലും ഇവർ പറയുന്നില്ല, മുസ്ലിം പയ്യനെ കൊന്നു എന്നാക്കി. കേരളത്തിലെത്തിയപ്പോൾ ഈ വാർത്ത ഇങ്ങനെയാക്കി. ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ്? ഇനി രണ്ടാമത്തെ വാർത്ത നോക്കാം. ഉത്തർപ്രദേശ് സുൽത്താൻപൂർ. പോസ്റ്ററിലെ വാദം. ജയ് ശ്രീറാം വിളിക്കാത്തതിന് മുസ്ലിം യുവാക്കളെ തെരുവിൽ തല്ലിച്ചതച്ചു. യഥാർത്ഥ വസ്തുത. സുൽത്താൻപൂരിലെ ലംഭുവ പ്രദേശത്ത് അഫ്താബ് ആലം ഉൾപ്പെടെയുള്ള 2 യുവാക്കളെ ഒരു സംഘം തടഞ്ഞു നിർത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദിക്കുന്നതിനിടയിൽ പ്രതികൾ നിർബന്ധിച്ച് ജയ് ശ്രീറാം എന്ന് വിളിപ്പിച്ചു. പോലീസ് സക്ഷം പാണ്ഡെ, കമൽ, ചന്ദൻ തുടങ്ങിയ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പണം തട്ടാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ അതിക്രമം നടന്നത്. പണം തട്ടാനുള്ള ശ്രമത്തിനിടയിൽ നടന്ന ഒരു അതിക്രമത്തെ ജയ് ശ്രീറാം വിളിക്കാത്തതിന് അടിച്ചു എന്നാക്കി തീർത്തു എന്നല്ലേ ഈ വാർത്തകൾ വായിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഫാക്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവര് പ്രചരിപ്പിക്കുന്നതിൽ നിന്നും എൻറ്റയർ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ വായിക്കാം. ഡൽഹി, ബംഗാൾ. പോസ്റ്ററിലെ വാദം. മുസ്ലിം വീടുകളെയും കടകളെയും ലക്ഷ്യം വെച്ച് വ്യാപക ബുൾഡോസർ രാജ്. യഥാർത്ഥ വസ്തുത. ഡൽഹിയിലെ ഷാലിമാർ ബാഗ് പ്രദേശത്ത് റോഡ് വീതി കൂട്ടുന്നതിനായി വർഷങ്ങളായി നിലനിന്നിരുന്ന 143ഓളം അനധികൃത നിർമ്മാണങ്ങളാണ് ഡൽഹി ഭരണകൂടം പൊളിച്ചു നീക്കിയത്. ഇതിനെതിരെയുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് ഔദ്യോഗികമായി ഈ ഒഴിപ്പിക്കൽ നടന്നത്. പശ്ചിമ ബംഗാളിലും തദ്ദേശ സ്ഥാപനങ്ങൾ സമാനമായ നിയമവിരുദ്ധമായ കയ്യേറ്റങ്ങൾക്കെതിരെയാണ് നടപടിയെടുത്തത്.
ഇത് നിങ്ങളൊക്കെയും ന്യൂസുകളിൽ കണ്ടിട്ടുണ്ടാവും. കോടതിയിൽ പോയി കൃത്യമായി ഇതെല്ലാം അനധികൃതമായിട്ടുള്ള കുടിയേറ്റങ്ങളാണ് എന്നത് വാദിച്ച് ജയിച്ച് കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഇതെല്ലാം ഭരണകൂടം പൊളിച്ചു നീക്കിയെന്നിരിക്കെ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബുൾഡോസർ രാജാണെന്നാണ് നോക്യാപ്പ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഈ പൊളിച്ചു നീക്കിയ ആൾക്കാരിൽ പലരും തന്നെ ഇന്ത്യക്കാരല്ല, അവരെല്ലാം ബംഗ്ലാദേശികളാണെന്ന് വരെ വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോഴും മുസ്ലിം എന്നൊരൊറ്റ ലേബലിലാണ് നോക്യാപ്പ് ഇവരെ കൊണ്ടുവന്ന് ചാർത്തുന്നത്. എന്തിനു വേണ്ടിയാണ് ഇന്ത്യൻ മുസ്ലിംസിനെയാണ് ഹിന്ദുത്വം അല്ലെങ്കിൽ ഭരണകൂടം വേട്ടയാടുന്നത് എന്ന രീതിയിൽ ഇവർ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ത്യൻ പൗരനായി ജീവിക്കുന്ന ഏത് മുസ്ലിമിനാണ് ഇത്തരത്തിലുള്ള ഒരു അനീതി നേരിടേണ്ടി വന്നിരിക്കുന്നത്? അതിനുള്ള ഉത്തരം ഇവർ പറയണ്ടേ? ഇനി അടുത്തത് നോക്കാം. ബീഹാർ ഗോപാൽഗഞ്ച് പോസ്റ്ററിലെ വാദം. തീവ്രവാദി എന്ന് വിളിച്ച് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി പീഡിപ്പിച്ചു, 53-കാരൻ തൂങ്ങി മരിച്ചു. യഥാർത്ഥ വസ്തുത. വ്യാജ പാസ്പോർട്ട് എടുത്തു എന്ന പരാതിയിൽ ബറൌലി പോലീസ് ജൂൺ 2-ന് ഇർഷാദ് ആലം എന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുകയും കോടതി ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. ജയിലിൽ വെച്ച് കടുത്ത പ്രമേഹ ബാധിതനായ ഇദ്ദേഹത്തിന്റെ നില വഷളാവുകയും മരണപ്പെടുകയുമായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം ശരീരത്തിൽ മർദ്ദനമേറ്റ ബാഹ്യ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. പ്രമേഹത്തിനുള്ള മരുന്ന് അമിതമായി ഉള്ളിൽ ചെന്നതാണ് മരണകാരണം. കസ്റ്റഡി മർദ്ദനവും 5 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതും കുടുംബത്തിന്റെ ആരോപണങ്ങളാണ്. കേൾക്കുക. പ്രമേഹത്തിനുള്ള മരുന്ന് അധികമായി കഴിച്ചതുകൊണ്ട് ഒരു വ്യക്തി മരണപ്പെടുന്നു, അത് ഉടനെ തന്നെ കസ്റ്റഡിയിൽ തൂങ്ങി മരിച്ചു എന്നാക്കി. അതുകൂടാതെ 5 ലക്ഷം രൂപ അവര് ചോദിച്ചു എന്നൊക്കെ കുടുംബം ആരോപിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും യാതൊരു രീതിയിലുള്ള പരിക്കുകൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിനില്ല. എന്നിട്ടും പോലീസുകാരെ ഇദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് കുടുംബം പറയുന്നു എന്ന പേരിൽ തന്നെയാണ് ഈ നോക്യാപ്പ് അത് എടുത്ത് പ്രചരിപ്പിച്ചിരിക്കുന്നത്. തൂങ്ങി മരിച്ചു എന്ന നിലയിൽ വരെയായി. പ്രമേഹം കൂടി മരിച്ച ഒരു മനുഷ്യൻ, പ്രമേഹത്തിന്റെ മരുന്ന് അധികമായി ഉള്ളിൽ ചെന്ന് മരിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തൂങ്ങി മരിച്ചു എന്ന രീതിയിൽ കേരളത്തിലെത്തി. ഇതൊക്കെ എത്ര വലിയ പാതകമാണെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇവിടെ വർഗീയ ധ്രുവീകരണത്തിനല്ലേ ശ്രമിക്കുന്നത്? നിങ്ങൾ ഇവിടെ എന്തിനാണ് ശ്രമിക്കുന്നത്? ഇവിടെ വലിയ രീതിയിലുള്ള മതവിഭജനം ഉണ്ടാകാനാണോ? ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടി പിടിച്ച് മരിക്കാൻ വേണ്ടിയിട്ടാണോ? ഇനി അടുത്ത് നോക്കാം. ഉത്തർപ്രദേശ് പോസ്റ്ററിലെ വാദം. പേര് ചോദിച്ച് 2 കച്ചവടക്കാരെ തല്ലിച്ചതച്ചു. യഥാർത്ഥ വസ്തുത. ഉത്തർപ്രദേശിലെ ചില പ്രദേശങ്ങളിൽ കച്ചവടക്കാരുടെ വിവരങ്ങൾ വ്യക്തമാക്കുന്ന നെയിം ബോർഡുകൾ വെക്കണമെന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില പ്രാദേശിക ഗ്രൂപ്പുകൾ കച്ചവടക്കാരുടെ ഐഡന്റിറ്റി കാർഡുകൾ ആവശ്യപ്പെടുകയും അത് കയ്യേറ്റങ്ങളിൽ കലാശിക്കുകയും ചെയ്തു. പോലീസ് കുറ്റക്കാർക്കെതിരെ കൃത്യമായി കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ യഥാർത്ഥ വസ്തുത കൃത്യമായിട്ട് ന്യൂസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ, നോർത്ത് ന്യൂസ് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേര് മുസ്ലിം ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ കടയുടെ പേര് പക്ഷേ ഹിന്ദുത്വ കടയായിരിക്കും, ശിവശക്തി അങ്ങനെയൊക്കെയാണ് കടയുടെ പേര് വയ്ക്കുന്നത്. അപ്പൊ ഇത് പോയിട്ട് കുറെ ആൾക്കാർ ചോദ്യം ചെയ്തു, എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം പേരിൽ കട വെച്ചാൽ പോരെ, നിങ്ങൾ എന്തിനാ ഹിന്ദുക്കളുടെ പേരെടുത്തിട്ട് കടക്കിട്ട് വെക്കുന്നത്? എന്നിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി ഒരു ഹിഡൻ ആയിട്ട് സൂക്ഷിക്കുന്നത് എന്തിനാണ്? ഇതിന്റെ പേരിലാണ് അവിടെ അടി നടന്നത്. ഈ അടിനെ നേരെ എടുത്തിട്ട് കടക്കാരെ പേര് ചോദിച്ച് തല്ലിച്ചതച്ചു എന്നാക്കി. ഇതൊക്കെ വലിയ രീതിയിൽ ഇവിടെ മത കലാപം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ രീതിയിൽ ഈ വാർത്ത വായിക്കുന്ന ഒരു മുസ്ലിമിന് എന്താണ് തോന്നുക? ഇതൊക്കെയും ഇവിടെ നമുക്കെതിരായിട്ട് ചെയ്യുന്നു, ഒരു ഇന്ത്യൻ മുസ്ലിമിനെതിരായിട്ട് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ പ്രവർത്തിക്കുന്നു എന്നാണ്. വലിയ രീതിയിൽ ഇവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ എല്ലാം പ്രചരിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളാണ്. ഇതിന്റെ വസ്തുതകൾ അറിയാൻ ഒരു മനുഷ്യനും ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് മോദിക്കെതിരെ, അമിത്ഷായ്ക്കെതിരെ, ഹിന്ദുത്വ ഭരണകൂടത്തിനെതിരെ, RSSനെതിരെ, BJPക്കെതിരെയൊക്കെ ഇത്രയധികം ഹേറ്റ് കമന്റുകളുമായി ഈ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വരുന്നത്. തീർച്ചയായും മനസ്സിലാക്കാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള AI ഗൂഗിൾ മാത്രം എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. വാർത്ത കാണുമ്പോൾ ദയവായി ഫാക്ട് ചെക്ക് ചെയ്യുക, അല്ലാതെ ഒന്നും വിശ്വസിക്കാതിരിക്കുക. കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിലാണ് വാർത്തകൾ ഉണ്ടാക്കി വിടുന്നത്. ഇതിന്റെ പിറകിലൊക്കെ വ്യക്തമായിട്ടുള്ള അജണ്ട ഇവർക്കുണ്ട്. ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുക, പിന്നെ ജെൻസി കലാപത്തിന് ഇറങ്ങൂ എന്ന് പറയുമ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയും വലിയ രീതിയിൽ നാടിനെ ഒരു കലാപഭൂമി ആക്കുകയും ചെയ്യുമെന്ന് ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് നഷ്ടമൊന്നുമില്ല, അങ്ങനെ ഇറങ്ങുന്ന വ്യക്തികൾക്കാണ് നഷ്ടം. ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് 17 വർഷം വിചാരണ തടവുകാരനായിരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ കുറ്റം തെളിഞ്ഞിരുന്നെങ്കിൽ 3 വർഷം എങ്ങാണ്ടാണ് അങ്ങേർക്ക് ശിക്ഷ കിട്ടാനുള്ള സാധ്യത എന്നാണ് ഞാൻ വായിച്ചത്. ഇങ്ങനെയൊക്കെ 17 വർഷം എന്തുകൊണ്ടാണ് അകത്ത് കിടക്കേണ്ടി വന്നത്? ഇത്തരത്തിൽ വലിയ നുണകളാൽ സ്വാധീനിക്കപ്പെട്ട് സ്വന്തം ഭരണകൂടത്തിനെതിരെ ഇറങ്ങാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. ആ സമയത്ത് നഷ്ടം അവർക്ക് മാത്രമാണ് ഉണ്ടാവുന്നത്, അല്ലാതെ ഈ ഇളക്കി വിട്ട ആർക്കും ആ നഷ്ടമില്ല. അതിപ്പോ കോക്രോച്ച് പാർട്ടിയുടെ ആളായാലും നോക്യാപ്പിന്റെ ആളായാലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇവരൊക്കെ സേഫ് ആണ്. പുറത്തിറങ്ങി പോരാടുന്ന ഇതൊക്കെ വിശ്വസിച്ചിറങ്ങുന്ന ആളുകൾക്ക് മാത്രമാണ് നഷ്ടം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഫാക്ട് ചെക്ക് ചെയ്ത് മാത്രം വാർത്തകൾ വായിക്കുക, മനസ്സിലാക്കുക, പ്രതികരിക്കുക. തുറന്നു കാണുക പബ്ലിക് ഒപ്പീനിയൻ.